വാക്സിൻ എടുത്തിട്ട് മരണം സംഭവിച്ചതിനെപ്പറ്റി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാക്സിനിൽ നമുക്ക് വിശ്വസിച്ച് പോയതാണ് ഇങ്ങനൊരു എൻ്റെ കുഞ്ഞ് പോകാൻ ഇടയായെന്ന് എനിക്കൊരു പരാതിയുണ്ട്. ഇത് വാക്സിൻ എല്ലാവരും എടുക്കുന്നു, ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് എല്ലാവരും എടുക്കുന്നത്. അതുപോലെ നമ്മളും എടുത്തു. നമുക്കും അറിയില്ലായിരുന്നു, വാക്സിനെ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് പോയി. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. പരാതിയിൽ രക്ഷിതാക്കൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം, അതെന്താണ് യഥാർത്ഥ റീസൺ എന്നുള്ളത് DMO എടുത്ത് നാളെ വന്ന്. ഭാഗ്യലക്ഷ്മിയെ വളർത്തുനായ കടിച്ചത് ഡിസംബർ മാസം 13-ന്. 3-ാം നാൾ നായ ചത്തു. പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. എന്നിട്ടും നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഗൗരവപൂർവ്വം വിഷയത്തെ സമീപിച്ചില്ല. ആരോഗ്യവകുപ്പിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ കുട്ടിയെ സന്ദർശിക്കുകയോ ആരോഗ്യ വിവരം തേടുകയോ ചെയ്തില്ല. ഈ വിഷയങ്ങളെല്ലാം ജില്ലാ കളക്ടറുമായുള്ള കൂടിക്കാഴ്ചയിൽ രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വൈറസ് കടിച്ച ഉടനെ ആ മുറിയിൽ തന്നെ ഉണ്ടാവും ചുറ്റുപാടും. അപ്പോൾ ആ വൈറസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴുക്കിക്കളയാം വെള്ളത്തിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പ് തുറന്നു വിടുക. അപ്പം നല്ല ഫ്ലോ ഉണ്ടാവില്ല, ആ മുറി അതിലേക്ക് കാണിക്കുക. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ആ വൈറസ് മുഴുവൻ വെള്ളത്തിലേക്ക് ഒഴുകി പോയിട്ട് നെർവസ് സിസ്റ്റത്തിലേക്ക്, നെർവിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ നമ്മൾ നല്ലോണം സോപ്പ് 20 മിനിറ്റ് കഴുകി വെള്ളം സോപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ സോപ്പിൻ്റെ പ്രസൻസിൽ ഇപ്പം നിപ്പ വൈറസ് അതിനൊരിക്കലും അതിൻ്റെ സെൽ വാളിന് ഇതിനെ സോപ്പിനെ പിടിച്ചേക്കാൻ പറ്റില്ല, അത് ഇതാക്കി പോകും. മനസ്സിലായില്ല, ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം സോപ്പ് ഉപയോഗിച്ച് ഒരു 20 മിനിറ്റ്സ് കഴുകുക. അതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിവിടെ കണ്ണിലായാലും ശരി മുഖത്തായാലും ശരി എവിടെയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ആൾക്കാർക്ക് മുറിയിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു പേടിയുണ്ടാവും. ഇത് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ രക്തം ഇങ്ങനെ പോയി എന്തോ സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആ വൂണ്ടിൻ്റെ ചുറ്റും തന്നെ ഒരു ആൻറ്റിബോഡി ഉപയോഗിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ വൈറസ് ബ്രെയിനിലേക്കുള്ള ആ യാത്ര തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് ചെയ്യുന്നത്. ആ ലോക്കൽ വൂണ്ടിൻ്റെ മുകളിലുള്ള ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടവിട്ടുള്ള ഒരു വാക്സിനേഷൻ ഉണ്ട്, ഈ 28 ഡേയ്സ് വരെ ഇങ്ങനെ കൊടുക്കുന്നത്. അതും ആൻറ്റിബോഡി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അതിലേറ്റവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മളെപ്പോഴും മറക്കുന്നൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വൂണ്ട് ക്ലീനിങ്, ഫ്രീ വാട്ടർ, റണ്ണിങ് വാട്ടറിൽ ടേപ്പ് വാട്ടറിലേക്ക് തുറന്നു വിട്ടിട്ട് ഈ വൈറസിനെ ഒഴുക്കി കളയാന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്.